നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 36ാം വാർഷിക സംസ്ഥാന സമ്മേളനം 7, 8, 9 തീയതികളിലായി തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലൂർ ഐപ്പ് മെമ്മോറിയൽ HS 75ന്റെ നിറവിൽ ജൂബിലി ആഘോഷങ്ങൾ 7 മുതൽ 10 വരെ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടിക്കറ്റ് വരുമാനത്തിൽ KSRTC സർവകാല റെക്കോർഡിട്ടപ്പോൾ ആ നേട്ടത്തിനൊപ്പം തൊടുപുഴ ഡിപ്പോയും. കേരള NGO യൂണിയൻ ഇടുക്കി കനൽ കലാവേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ കായികമേള മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണടകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് നടത്തിയ നേത്ര പരിശോധനാ ക്യാമ്പിലൂടെ കാഴ്ച പ്രശ്നങ്ങൾ കണ്ടെത്തിയ കുട്ടികളിൽ അർഹതപ്പെട്ടവർക്കാണ് കണ്ണടകൾ നൽകിയത്. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318C ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 36ാം വാർഷിക സംസ്ഥാന സമ്മേളനം 7, 8, 9 തീയതികളിലായി തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7-ാം തീയതി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 8-ന് നടത്തുന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ 9-ന് നടത്തുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെയും ജോയിന്റ് കൗൺസിലിന്റെയും പൂർവ്വ നേതാക്കന്മാരുടെ വസതികളിൽ നിന്നും ആരംഭിക്കുന്ന പതാക ബാനർ ജാഥകളും ദീപശിഖ റാലിയും ജനുവരി 7-ന് മുണ്ടക്കയം, കരിമണ്ണൂർ, മൂലമറ്റം എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഉച്ചയ്ക്ക് 3 മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരും. തുടർന്ന് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും 3000-ൽ പരം റവന്യൂ ജീവനക്കാർ പങ്കെടുക്കുന്ന വിളംബര ജാഥ ആരംഭിക്കും. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും. 4:30-ന് വാഴൂർ സോമൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ K സലീംകുമാർ അധ്യക്ഷത വഹിക്കും. AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ്, ജോയിന്റ് കൗൺസിൽ ചെയർമാൻ S സജീവ്, CPI മൂലമറ്റം മണ്ഡലം സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ MS സുഗേതുകുമാരി, ജോയിന്റ് കൗൺസിൽ മുൻ സംസ്ഥാന ട്രഷറർ A സുരേഷ് കുമാർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് തുടങ്ങിയവർ സംസാരിക്കും. KRDSA ജനറൽ സെക്രട്ടറി P ശ്രീകുമാർ സ്വാഗതം ആശംസിക്കും. KRDSA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ നന്ദി രേഖപ്പെടുത്തും. തുടർന്ന് ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഗാനമേള അവതരിപ്പിക്കും. ജനുവരി 8-ന് VR ബിനാമോൾ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. KRDSA സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ അധ്യക്ഷത വഹിക്കും. സ്വാഗത സംഘം ജനറൽ കൺവീനറും KRDSA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ D ബിനിൽ സ്വാഗതം ആശംസിക്കും. ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ, CPI തൊടുപുഴ മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ, ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി R ബിജുമോൻ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് KRDSA സംസ്ഥാന ജനറൽ സെക്രട്ടറി P ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹരിദാസ് ഇറവങ്കര വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P ഷാനവാസ് നന്ദി രേഖപ്പെടുത്തും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡോക്ടർ സജിത്ത് ഏവൂരേത്ത് അവതരിപ്പിക്കുന്ന സാംസ്കാരിക കേരളത്തിന്റെ പാട്ട് വഴിയോരം പരിപാടി നടക്കും. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ, സംസ്ഥാന വൈസ് ചെയർമാൻ VV ഹാപ്പി തുടങ്ങിയവർ ആശംസകൾ നേരും. KRDSA സംസ്ഥാന സെക്രട്ടറി VH ബാലമുരളി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അനീഷ് സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം MS അനിൽകുമാർ നന്ദിയും രേഖപ്പെടുത്തും. തുടർന്ന് എറണാകുളം കാഞ്ഞൂർ നാട്ടുപൊലിമ അവതരിപ്പിക്കുന്ന നാടൻപാട്ട്. ജനുവരി 9-ന് രാവിലെ 10 മണിക്ക് 2ാം സെറ്റിൽമെന്റ് നിയമവും അധിക ഭൂമിയുടെ ക്രമവൽക്കരണവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജോയിന്റ് കൗൺസിൽ മുൻ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ വിഷയാവതരണം നടത്തും. അഡ്വക്കേറ്റ് A രാജ MLA, AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ VC ജയപ്രകാശ്, സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി G സജീവ് കുമാർ, സർവേ ഓഫീസർ ടെക്നിക്കൽ എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി M മനോജ് തുടങ്ങിയവർ സംസാരിക്കും. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് SP സുമോദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി R സിന്ധു സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം S സുകുമാരൻ നന്ദിയും രേഖപ്പെടുത്തും.
ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഇന്നലെയുടെ നായകർക്കൊപ്പം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്യും. മുൻകാല സംഘടനാ നേതാക്കളെ ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന വൈസ് ചെയർമാൻ R. രമേശ്, KRDSA സംസ്ഥാന സെക്രട്ടറി അംഗം MJ ബെന്നിമോൻ എന്നിവർ ആശംസകൾ നേരും. KRDSA സംസ്ഥാന സെക്രട്ടറി അംഗം സതീഷ് K. ഡാനിയൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി അംഗം ഹുസൈൻ പുതുവന സ്വാഗതം ആശംസിക്കും. KRDSA സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. സുരേഷ് ബാബു പ്രമേയവും സംസ്ഥാന സെക്രട്ടറി അംഗം വിനോദ് V. നമ്പൂതിരി ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിക്കും. മറുപടിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം KRDSA സംസ്ഥാന സെക്രട്ടറി അംഗം നൌഷാദ് MM നന്ദിയും പ്രമേയവും ഇടുക്കി ജില്ലാ സെക്രട്ടറി DK സജിമോൻ നന്ദിയും രേഖപ്പെടുത്തും. കഴിഞ്ഞ 36 വർഷമായി റവന്യൂ വകുപ്പിന്റെ ശാക്തീകരണത്തിനും ഈ വകുപ്പിൽ കാര്യക്ഷമമായ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനും അതിലുപരിയായി അഴിമതിരഹിതമായ സിവിൽ സർവീസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലാണ് സംഘടന നടത്തിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഈ വകുപ്പ് ആർക്കും വേണ്ടാത്ത ഒരു വകുപ്പായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഈ സംഘടനയുടെ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുത്തി അന്ന് നിലനിന്നിരുന്ന വകുപ്പിലെ 2 വിഭാഗങ്ങളായ റവന്യൂ മിനിസ്റ്റീരിയൽ സർവീസും വില്ലേജ് ഗവൺമെന്റ് സർവീസിനെയും ചേർത്തുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് ഒരു സംയോജിത റവന്യൂ വകുപ്പ് നിലവിൽ വന്ന കാലഘട്ടത്തിലാണ് KRDSA 1989 സെപ്റ്റംബർ 27 രൂപീകൃതമാകുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഈ വകുപ്പിലുണ്ടായ എല്ലാ മാറ്റങ്ങൾക്കും നിദാനമല്ലെങ്കിൽ അടിസ്ഥാനമായി പ്രവർത്തിച്ചത് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷനാണ്. ഓരോ കാലങ്ങളിലും ഈ വകുപ്പിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കണം, ഈ വകുപ്പിന്റെ ഘടന എങ്ങനെയായിരിക്കണം, ഈ വകുപ്പ് എങ്ങനെ കാലോചിതമായി പരിഷ്കരിക്കണം, ഈ വകുപ്പ് എങ്ങനെ കൂടുതൽ ജനകീയമാകണം, ഈ വകുപ്പ് എങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി പ്രവർത്തിക്കുവാൻ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം, ഈ കാര്യങ്ങളെല്ലാം വളരെ സമഗ്രമായി വിവിധ ഘട്ടങ്ങളിൽ കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സർക്കാർ നൽകിയിട്ടുള്ള നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഈ വകുപ്പിന് വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി D. ബിനിൽ, KRDSA സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ, KRDSA ജനറൽ സെക്രട്ടറി P. ശ്രീകുമാർ, KRDSA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അനീഷ്, സംസ്ഥാന ട്രഷറർ ഹരിദാസ് ഇറങ്കര ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലൂർ IP മെമ്മോറിയൽ HS 75ന്റെ നിറവിൽ. ജൂബിലി ആഘോഷങ്ങൾ ജനുവരി 7 മുതൽ 10 വരെ നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 7-ന് നാടകം സംഘടിപ്പിക്കും. 8-ന് രാവിലെ 10-ന് സ്കൂൾ മാനേജർ IP വർഗീസ് കൊച്ചുകുടി പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ IP വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിക്കും. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടം മുഖ്യ പ്രഭാഷണം നടത്തും. 10-ന് വൈകിട്ട് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നിരവധി വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തി നാടിന് അക്ഷരവെളിച്ചം സമ്മാനിച്ച് നാടിന്റെ സ്പന്ദനമായി മാറിയ കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ 75ന്റെ നിറവിൽ. 1951-ൽ ഐപ്പ് വർഗീസ് കൊച്ചുകുടി പിതാവിന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച വിദ്യാലയം കലാകായിക രംഗങ്ങളിൽ ഉൾപ്പെടെ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിൽ ഐപ്പ് മെമ്മോറിയൽ സ്കൂൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വഴിയും വെളിച്ചവും പോലും ഇല്ലാതിരുന്ന കാലത്ത് കലൂർ ഗ്രാമത്തിന്റെ സാമൂഹ്യ വളർച്ച ലക്ഷ്യമാക്കി ആരംഭിച്ച വിദ്യാലയം പിന്നിട്ട നാൾ വഴികളിൽ പാഠ്യേതര വിഷയങ്ങളിൽ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ്. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയയപ്പ് സമ്മേളനവും 7, 8, 9, 10 തീയതികളിൽ നടക്കും. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ധനശേഖരണാർത്ഥം തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ നാടകം 7-ാം തീയതി രാത്രി 7-ന് നടക്കും. 8-ന് രാവിലെ 10-ന് സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി പതാക ഉയർത്തും. ഉച്ചകഴിഞ്ഞ് 2:30-ന് പൂർവ്വ വിദ്യാർത്ഥികളായ വൈദികരുടെ നേതൃത്വത്തിൽ സമൂഹബലി, തുടർന്ന് സെപ്പക് ടാക്രോ. വൈകിട്ട് 5-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിക്കും. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടം മുഖ്യപ്രഭാഷണം നടത്തും. യോഗത്തിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും. മുൻ MLA PC ജോസഫ്, സിനിമാ താരം മനോജ് ഗിന്നസ്, കേണൽ ആസാദ് തുടങ്ങിയവർ സംസാരിക്കും. 9-ന് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച്
നടക്കുന്ന സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് സജി പൗലോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സിനിമാ താരം സാജു നവോദയ മുഖ്യാതിഥിയും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ വിശിഷ്ടാതിഥിയുമായിരിക്കും. അവാർഡ് ദാനം സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി നിർവഹിക്കും. യോഗത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഗീത അധ്യാപകൻ സജി ചെറിയാന് യാത്രയയപ്പും നൽകും. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടി പ്രയാണം at 75. 10 വൈകിട്ട് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിക്കും. 10-ാം തീയതി സ്കൂളിന്റെ ജൂബിലിയുടെ സമാപനമാണ്. അന്ന് 5 മണിക്ക് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നമ്മുടെ ഇടുക്കിയുടെ ബഹുമാന MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവറുകൾ നിർവഹിക്കും. വിശിഷ്ട അതിഥിയായിട്ട് ഡോക്ടർ മാത്യു കൊള്ളനാടൻ MLA, ശ്രീ PJ ജോസഫ് MLA, ശ്രീ ആന്റണി ജോൺ MLA, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെൽമി ജോൺസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലിസി ജോളി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുജിത്ത് ബേബി ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ മീറ്റിംഗുകളെല്ലാം പങ്കെടുക്കും. ജൂബിലി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് MP നിർവഹിക്കും. MLA-മാരായ മാത്യു കുഴൽനാടൻ, PJ ജോസഫ്, ആന്റണി ജോൺ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ സംസാരിക്കും. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി, പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയാസ്, ജൂബിലി ജനറൽ കൺവീനർ MK ബിജു, സ്റ്റാഫ് സെക്രട്ടറി ജോഷി ഫ്രാൻസിസ്, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കൺവീനർ ജോമോൻ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ടായതിനെ തുടർന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. യോഗത്തിൽ വനംവകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരോപിച്ചത്. അജ്ഞാത ജീവിയുടെ ആക്രമണത്തെ തുടർന്നാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു മൃഗം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എനിക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നിങ്ങള് ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ അക്കാര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭയാശങ്ക മാറുന്ന വിധത്തിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് നിങ്ങൾ അംഗീകരിക്കും. കാരണം ഇന്ന് രാവിലെ പോലും പറയപ്പെടുന്ന രീതിയിൽ ആരൊക്കെയോ കണ്ടു എന്നുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായി. അപ്പൊ അവിടെ സന്ദർശിച്ചു, മനസ്സിലാക്കി എന്നും നിങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ വെറ്ററിനറി സർജൻ ഉൾപ്പെടെ വന്ന് നോക്കി ആ പട്ടിയുടെ ദേഹപരിശോധന നടത്തി. പുലിയല്ല എന്നുള്ളത് കൺഫേം ചെയ്തു എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ കാൽപ്പാടുകൾ ഒരിക്കലും പുലിയുടേതല്ല എന്ന് കൺഫേം ചെയ്തു എന്ന് അഷ്വർ ചെയ്യുന്നു. യോഗത്തിൽ വനംവകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരോപിച്ചത്. മൂന്നാർ DFO സാജു, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ V കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, വ്യാപാരി വ്യവസായ കഞ്ഞിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് സബി ആർക്കാട്ട് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. അജ്ഞാത ജീവിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മൂന്നാർ DFO ഉറപ്പു നൽകി. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും കഞ്ഞിക്കുഴി പോലീസ്, നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ടിക്കറ്റ് വരുമാനത്തിൽ KSRTC സർവകാല റെക്കോർഡിട്ടപ്പോൾ ആ നേട്ടത്തിനൊപ്പം തൊടുപുഴ ഡിപ്പോയും. തൊടുപുഴ ഡിപ്പോയുടെ റെക്കോർഡ് കളക്ഷനാണ് തിങ്കളാഴ്ച നേടിയത്. ടാർഗറ്റിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടാൻ ഒപ്പം നിന്ന എല്ലാ ജീവനക്കാരെയും ATO മനീഷ് അഭിനന്ദിച്ചു. കേരളത്തിന്റെ പൊതുഗതാഗത മേഖലയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന KSRTC വളർച്ചയുടെ പാതയിലാണ്. നഷ്ടക്കണക്കിൽ നിന്നും മാറി മികച്ച കളക്ഷനുകളുടെ നേട്ടവുമായാണ് ഇപ്പോൾ കുതിക്കുന്നത്. തിങ്കളാഴ്ച 13 കോടി രൂപ നേടി സർവകാല റെക്കോർഡാണ് KSRTC നേടിയത്. എല്ലാ ഡിപ്പോകൾക്കും കൃത്യമായ ടാർഗറ്റ് നൽകി ജീവനക്കാരെ ഏകോപിപ്പിച്ചാണ് ഈ വലിയ ലക്ഷ്യം KSRTC കൈവരിച്ചത്. KSRTC 13 കോടി എന്ന സർവകാല റെക്കോർഡിട്ടപ്പോൾ തൊടുപുഴ ഡിപ്പോയും റെക്കോർഡ് കളക്ഷനാണ് നേടിയത്. 12,20,275 രൂപ എന്ന റെക്കോർഡ് നേട്ടമാണ് തിങ്കളാഴ്ച തൊടുപുഴ ഡിപ്പോ കൈവരിച്ചത്. ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് ഡിപ്പോയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനായതെന്നും നേട്ടത്തിൽ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നുവെന്നും ATO മനീഷ് പറഞ്ഞു. KSRTCയിലെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടറുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ
KSRTC കളക്ഷൻ വർദ്ധിപ്പിച്ച് KSRTC മുന്നേറി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ പ്ലാനിങ്ങിൻ്റെ തുടർച്ചയായിട്ട് KSRTC തൊഴിലുറപ്പ് ഡിപ്പോയിൽ തിങ്കളാഴ്ച ദിവസം 12,19,000 രൂപ കളക്ഷൻ നേടിയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. കേരളത്തിലെ മൊത്തത്തിൽ തന്നെ 11 കോടി എന്ന ലക്ഷ്യം മറികടന്നുകൊണ്ട് 13 കോടിയിലേക്ക് എത്താനും സാധിച്ചു. ഇത് തുടർച്ചയായി ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയും ജീവനക്കാരുടെ എല്ലാ ഭാഗം ജീവനക്കാരെ സഹകരണത്തോടു കൂടി സാധിച്ചത് കാര്യമാണ്. ഇതിനകത്ത് എല്ലാ വിഭാഗം ജീവനക്കാരും അതിൻ്റെ ഡ്യൂട്ടിയിലുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാ വിഭാഗം ജീവനക്കാരെയും സഹകരണം പൂർണ്ണമായി എനിക്ക് ലഭിച്ചു. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു കളക്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇത് കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും അവർ ഇതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നോർമൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 10,20,000 രൂപയായിരുന്നു. എന്നാൽ ഈ 11 കോടി അച്ചീവ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ടാർഗറ്റ് 11,55,000 ഉയർത്തിയിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ പ്രവർത്തനം നടത്തിയിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് 11,20,000 രൂപ എത്തിക്കാൻ കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള CMD മിനിസ്റ്റർ എല്ലാവരുടെയും സഹകരണവും ഉപദേശങ്ങളും ഇതിലുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ബഹുമാനപ്പെട്ട CMDയുടെ മീറ്റിങ്ങുകൾ ഇത് ഏറെ ഗുണം ചെയ്തിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളുടെ ഒരു ഊർജം ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം നല്ലൊരു കളക്ഷൻ നേടി ഈ തൊടുപുഴ ഡിപ്പോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊടുപുഴ ഡിപ്പോയ്ക്ക് 11,53,000 എന്ന ടാർഗറ്റാണ് ചീഫ് ഓഫീസിൽ നിന്നും ലഭിച്ചത്. ഈ ടാർഗറ്റ് നേടുവാൻ വേണ്ടി ജീവനക്കാർ അക്ഷീണം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് റെക്കോർഡ് നേട്ടം ഉണ്ടാക്കുവാൻ കാരണം. തുടർന്ന് മികച്ച രീതിയിൽ സർവീസ് നൽകി മികച്ച കളക്ഷൻ നേടാനുള്ള പ്രയത്നത്തിലാണ് തൊടുപുഴ ഡിപ്പോയിലെ ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായി വിളംബര റാലി നടത്തി. സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കുമാരമംഗലം പഞ്ചായത്ത് അംഗം സന്ധ്യ ജോജി, സ്കൂൾ പ്രധാന അധ്യാപകൻ ജോസഫ് സക്രിയാസ്, ബിജു MK, ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു. സജി ചെറിയാൻ, സ്മിത ലിജു, ജോമോൻ ജോസ്, ജോസഫ് ജെയ്സൺ, ജിയോ റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സരസ്വതി ക്ഷേത്രമാണ് ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ. തീയതികളിലായി നടത്തുന്ന കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലേക്ക് മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ ധനശേഖരണാർത്ഥം 2026 ജനുവരി 7-ാം തീയതി കേരള NGO യൂണിയൻ ഇടുക്കി കനൽ കലാവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാ കായികമേള മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ നിർവഹിച്ചു. കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK പ്രസുഭകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ ഇടുക്കി കനൽ കലാവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാ കായികമേള മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തി. കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK പ്രസുഭകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടത്തിൽ സ്പോർട്സ് അത്ലറ്റിക് ഇവന്റ്സുകൾ ഇപ്പോൾ സ്പോർട്സ് കോട്ടയിൽ കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഗെയിംസ് ഇവന്റുകൾക്കാണ് കൂടുതൽ സാധ്യതയായി. സ്പോർട്സ് കോട്ടയിലൊക്കെ ഇപ്പൊ കയറിയവരെ പരിശോധിക്കുകയാണെങ്കിൽ അവരെല്ലാം കൂടുതലും ഗെയിംസ് ഇവന്റുകളാണ്. ഇപ്പം സർവീസ് രംഗത്തെ കായികമേളയൊക്കെ നടക്കുമ്പോഴും സ്പോർട്സിൽ അത്ലറ്റിക് ഇവന്റ്സുകൾ മാത്രമായി പോകുന്നുണ്ട്. ഗെയിംസ് ഇവന്റുകളും കൂടി സംഘടിപ്പിക്കപ്പെട്ടാൽ കുറേയും കൂടി പങ്കാളിത്തം കൂടുതൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത്തരത്തിൽ മുൻകൈ എടുത്ത് അത്ലറ്റിക് മീറ്റ് നടത്താൻ നേതൃത്വം കൊടുത്ത NGO യൂണിയന് പ്രത്യേകം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പേരിൽ അഭിനന്ദനം ഏർപ്പെടുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന തലത്തിൽ ഇവിടെ മത്സരിക്കാൻ എത്തിയ മുഴുവൻ പേർക്കും ജില്ലയിലെ മത്സരത്തിൽ വിജയിക്കാനാവട്ടെ. അതോടൊപ്പം തന്നെ സംസ്ഥാന മത്സരത്തിൽ ജില്ലയ്ക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് T ഹാജര ആശംസകൾ നേർന്നു. ജില്ലാ സെക്രട്ടറി CS മഹേഷ് സ്വാഗതവും കൺവീനർ സജിമോൻ T മാത്യു നന്ദിയും പറഞ്ഞു. മത്സര പരിപാടിയിൽ 155 പോയിന്റ് നേടി തൊടുപുഴ വെസ്റ്റ് ഏരിയ ചാമ്പ്യന്മാരായി. 80 പോയിന്റോടെ തൊടുപുഴ ഈസ്റ്റ് ഏരിയ റണ്ണറപ്പായി.
വിജയികൾക്ക് കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ചാമ്പ്യൻസ് ട്രോഫി നൽകി. ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചവർ ജനുവരി 10 കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണടകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് നടത്തിയ നേത്ര പരിശോധനാ ക്യാമ്പിലൂടെ കാഴ്ച പ്രശ്നങ്ങൾ കണ്ടെത്തിയ കുട്ടികളിൽ അർഹതപ്പെട്ടവർക്കാണ് കണ്ണടകൾ നൽകിയത്. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318C ഗവർണർ KV ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 250ഓളം കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ കൈമാറി. നിരവധി വ്യക്തികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. തൊടുപുഴ ലയൺസ് ഇന്റർനാഷണൽ 318C നടപ്പിലാക്കുന്ന സൈറ്റ് ഫോർ കിഡ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴ ലയൺസ് ക്ലബ് റീജിയൻ 5ന്റെയും 6ന്റെയും സഹകരണത്തോടെ തൊടുപുഴയിൽ കണ്ണ് പരിശോധന ക്യാമ്പ് നടത്തിയിരുന്നു. പരിശോധനയിൽ കണ്ണടകൾ ആവശ്യമായി വന്ന അർഹതപ്പെട്ട കുട്ടികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം ഡിസ്ട്രിക്ട് 318C ഗവർണർ ലയൺ KV ഷൈൻകുമാർ PMJF നിർവഹിച്ചു. കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതോടുകൂടി പിള്ളേരുടെ ഇവിടെ പ്രാസംഗിക വെൽക്കം അഡ്രസ്സിൽ പറഞ്ഞ പോലെ പുത്തൻ പ്രതീക്ഷ അവർക്ക് ഉണരുന്നു. അവരുടെ ആത്മവിശ്വാസം വലുതാവുന്നു. മനുഷ്യന്റെ ആത്മവിശ്വാസം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കൊച്ചു കുരുന്നുകൾക്ക് അവരുടെ കാഴ്ച കുറയുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ ഭൂരിഭാഗം സ്ഥിതിയായിരിക്കുന്നത് വിദ്യാലയങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക എന്ന് വലിയൊരു ഉന്മേഷമാണ് ഈ പദ്ധതിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് വളരെ മനോഹരമായി നടത്തി കുട്ടികളുടെ ആ കാഴ്ച സംരക്ഷിക്കുവാനായി ബ്ലാക്ക് ബോർഡിൽ എഴുന്നേൽപ്പിച്ച് നിൽക്കുന്ന നിരവധി കാര്യങ്ങൾ വളരെ തന്ത്രപരമായി മികച്ച രീതിയിൽ അറിവുള്ളവരിൽ നിന്ന് ആ ടീച്ചേഴ്സിന് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നൽകുന്നത്. അതിനുശേഷം ആ കുട്ടികളെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പിന് അൽനസർ മെഡിക്കൽ കോളേജ് നമ്മളോട് സഹകരിച്ചു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ മെഡിക്കൽ കോളേജ് സഹകരിക്കുന്നതിനുള്ള ഒരു വലിയ നന്ദിയും നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തൊടുപുഴ ലയൺസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റിംഗിൽ റീജിയൻ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ലയൺ ഡോക്ടർ മെർലിൻ ഏലിയസ് സ്വാഗതം ആശംസിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് PMJF, സൈറ്റ് ഫോർ കിഡ്സിന്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ സുനിൽ അഗസ്റ്റിൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. റീജിയൻ 6 ചെയർപേഴ്സൺ ലയൺ ഷിബു അലക്സ്, SSK ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ബിനുമോൻ KM, ലയൺ ഡോക്ടർ സുദർശൻ, ലയൺ ഡോക്ടർ പ്രേംകുമാർ കാവാലം, CC അനിൽകുമാർ, സണ്ണിച്ചൻ N സെബാസ്റ്റ്യൻ, ജെയ്സൺ ജോയ്, അബു എബ്രഹാം, ജോഷി മാണി, ഷിബു PT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂളുകളിലെ കുട്ടികൾക്കുണ്ടാകുന്ന കാഴ്ചക്കുറവ് കണ്ടെത്തി അവർക്ക് SSKയുടെയും ജോൺസൺ ആൻഡ് ജോൺസന്റെയും സഹായത്തോടെ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൊടുപുഴ അൽനസർ മെഡിക്കൽ കോളേജിലെ നേത്രവിഭാഗം ഡോക്ടേഴ്സാണ് പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത്. 250ഓളം കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലങ്കര ജലാശയത്തിന്റെയും ഇലവീഴ പൂഞ്ചിറയുടെയും അതിമനോഹരമായ കാഴ്ച ആസ്വദിക്കുവാൻ ഒരിടം. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മലങ്കര പാലസാണ് അതിമനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നത്. ആഘോഷിക്കുവാനും വിശ്രമിക്കുവാനും ഏറ്റവും മികച്ച ഒരിടമാണ് മലങ്കര പാലസ്. കാണാം മലങ്കര പാലസിന്റെ കാഴ്ചകൾ. മലങ്കര ജലാശയത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് വിശ്രമിക്കുവാനും ആഘോഷിക്കുവാനും ഒരിടം. തൊടുപുഴ കൊടിയത്തൂരിന് സമീപം ശരംകുത്തിയിലാണ് പ്രകൃതിക്കിണങ്ങിയ മലങ്കര പാലസ് ഒരുക്കിയിരിക്കുന്നത്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട അന്തരീക്ഷത്തിലാണ് ഈ റിസോർട്ട് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഇലവീഴ പുഞ്ചിരിയുടെ അതിമനോഹരമായ കാഴ്ചയുമാണ് മലങ്കര പാലസിൽ കാണാനാകുന്നത്. ദൃശ്യവും കുഞ്ഞിക്കൂനും ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾക്ക് ലൊക്കേഷനായ കൊടിയത്തൂരിന്റെ ഭംഗിയും ആസ്വദിക്കുവാനാകും. ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്ന മുറികളും സ്യൂട്ടുകളും, സമ്മേളന ഹാൾ, ഓപ്പൺ എയറിൽ കോൺഫറൻസ് സൗകര്യം, മനോഹരമായ നീന്തൽക്കുളം, വിശാലമായ റെസ്റ്റോറന്റ് എല്ലാം മലങ്കര പാലസിന്റെ സവിശേഷതകളാണ്. ജലാശയത്തിൽ നിന്നുള്ള ഇളം കാറ്റേറ്റ് വിശ്രമിക്കുവാനും വിനോദങ്ങൾക്കും ഇവിടെ സൗകര്യമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കുന്നതിനുള്ള സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും പ്രീ വെഡിംഗ് ഫംഗ്ഷനുകൾക്കും മികച്ച സൗകര്യമാണ് മലങ്കര പാലസിൽ ഒരുക്കിയിരിക്കുന്നത്. 17 റൂമുകളിലായി 50ഓളം പേർക്ക് താമസിക്കുവാനും സൗകര്യമുണ്ട്. വിവാഹത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകും. അതിനാൽ തന്നെ നിങ്ങളുടെ വിവാഹം ഒരു ടെൻഷനുമില്ലാതെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ആസ്വദിക്കുവാനും കഴിയും. ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയോടടുത്ത് സമയം ചെലവഴിക്കുവാൻ ഏറെ അനുയോജ്യമാണ് മലങ്കര പാലസ് എന്ന് ജനറൽ മാനേജർ പറഞ്ഞു. മലങ്കര പാലസിന്റെ ഒരു ന്യൂ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിന് ഹോസ്റ്റായിട്ട് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് റോട്ടറി ക്ലബ്ബാണ്. ഒരു 150ഓളം ആൾക്കാരുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഈവനിങ് ആണ് നമുക്കിന്ന് ഫസ്റ്റായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയോടൊപ്പം ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. നമ്മളെല്ലാവരും, ഞാനും നമ്മുടെ ഇതിനോടൊപ്പം മലങ്കര പാലസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. കാരണം ഇതുപോലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വളരെ റെയർ ആയിരിക്കും. അപ്പോൾ ഞാൻ വെരി ബിഗ് താങ്ക് ടു അവർ ഡയറക്ടർ ഓൾസോ, നമ്മുടെ ഇതിന് സപ്പോർട്ടായിട്ടുള്ള എല്ലാ സ്റ്റാഫിനും, അതോടൊപ്പം തന്നെ റോട്ടറി ക്ലബിനും
എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരുടെ സപ്പോർട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. ഐ എം വെരി ഹാപ്പി ദാറ്റ് റോട്ടറി ക്ലബ്ബാണ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു റോട്ടറി ക്ലബ് ആൻഡ് ഓൾസോ മലങ്കര പാലസ് ടീം മെമ്പേഴ്സ് ഓൾസോ. താങ്ക് യു സോ മച്ച്. മലങ്കര പാലസ് ന്യൂ ഡെസ്റ്റിനേഷൻ പ്രവർത്തനം തുടങ്ങിയത് തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷത്തോടെയാണ്. ആടിയും പാടിയും റോട്ടറി അംഗങ്ങളും കുടുംബാംഗങ്ങളും മലങ്കര പാലസിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ക്രിസ്തുമസ് പുതുവത്സരം അടിച്ചുപൊളിച്ചു. പുതിയൊരു അനുഭവമാണ് മലങ്കര പാലസ് നൽകിയതെന്ന് റോട്ടറി ക്ലബ് അംഗങ്ങൾ പറഞ്ഞു. മലങ്കര കേന്ദ്രീകരിച്ച് വിവിധ ടൂറിസം പ്രമോഷൻ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്ന കാലഘട്ടത്തിൽ മലങ്കര പാലസും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയിൽ നിന്നും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുവാനായി തയ്യാറെടുക്കുന്നു. 30 വനിതകളും 25 പുരുഷന്മാരും അടങ്ങുന്ന ടീം പരിശീലനം പൂർത്തിയാക്കി. 10-11 തീയതികളിലാണ് ബാംഗ്ലൂരിൽ മത്സരം നടക്കുന്നത്. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാം വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. ഇടുക്കിയുടെ മിടുക്കന്മാരും മിടുക്കികളും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുവാനായി തയ്യാറെടുക്കുന്നു. 30 വനിതകളും 25 പുരുഷന്മാരുമാണ് കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ നിന്നും പരിശീലനം നേടി ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്നത്. 10-11 തീയതികളിലാണ് ബാംഗ്ലൂരിൽ മത്സരം നടക്കുന്നത്. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാം, ഡിക്സൺ ബേബി, യദു രാജു, ബിനീഷ് രാജാക്കാട്, ഹിഷാം അനസ്, സന്ധ്യ സജീവ് എന്നീ പരിശീലകരുടെ ശിക്ഷണത്തിൽ കുട്ടികൾക്ക് അവസാനഘട്ട പരിശീലനം നൽകി. പത്ത് 11 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് 55 കുട്ടികളാണ് കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ മത്സരത്തിന് പങ്കെടുക്കുന്നത്. ഈരാറ്റുപേട്ട, രാജാക്കാട്, തൊടുപുഴ, കരിമണ്ണൂര്, കഞ്ഞിക്കുഴി, പഴയരിക്കണ്ടം, നാഗപ്പുഴ സെൻറ്ററുകളിലുള്ള കുട്ടികൾ ആണ് പങ്കെടുക്കുന്നത്. സീനിയർ വിഭാഗത്തിൽ 45ഉം 50ഉം വയസ്സുള്ള ആണുങ്ങളും വനിതകളും പങ്കെടുക്കുന്നു. 9-ാം തീയതി ഞങ്ങൾ പുറപ്പെടും. 10ഉം 11ഉമാണ് ബാംഗ്ലൂരിൽ വെച്ച് മത്സരം നടക്കുന്നത്. അതിനുള്ള പരിശീലനമാണ് ഇവിടെ 3 ദിവസമായി നടക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വെനസ്വേലയ്ക്കെതിരെ US നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ പ്രതിഷേധ യോഗം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം KA സദാശിവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ അഭിവാദ്യം അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് തണ്ടേൽ, TJ ബേബി, PJ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ കടന്നാക്രമണം അവസാനിപ്പിക്കുക, വെനസ്വേലയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ ടൗൺ ഹാളിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. கடந்து
മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തീവ്രവാദ പ്രവർത്തനം നടന്നിരിക്കുകയാണ്. ആ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും ശക്തനായ, ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ, ലോകം തന്നെ തങ്ങൾക്ക് ഭരിക്കുവാനായി ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം തെമ്മാടിമാർ നടത്തിയിരിക്കുന്ന അങ്ങേയറ്റത്തെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘിച്ചുകൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനം ആണ് നടന്നിരിക്കുന്നത്. രാജ്യങ്ങളുടെ പരമാധികാരം എന്ന സങ്കല്പം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കാര്യത്തിൽ, അന്താരാഷ്ട്ര വ്യവസ്ഥയിൽ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ലോകക്രമം, റൂൾ ബേസ്ഡ് ലോ എന്നാണ് ലോകക്രമത്തെ കുറിച്ച് പറയുന്നത്. ആ റൂൾ ബേസ്ഡ് ലോ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പുല്ലുവിലയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നതെന്നും, രാജ്യങ്ങളുടെ പരമാധികാരത്തിന് പുല്ലുവിലയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നതെന്നും, ഇന്റർനാഷണൽ ലോ, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവിലയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നതെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരുവിധ ലജ്ജയുമില്ലാതെ ഒരു രാജ്യത്തേക്ക് കടന്നു കയറി നൂറുകണക്കിനായ തങ്ങളുടെ എയർ സുപ്പീരിയോറിറ്റി, അവരുടെ പടക്കപ്പലുകൾ കൊണ്ടും അവരുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടും അവരുടെ ജെറ്റ് വിമാനങ്ങൾ കൊണ്ടും ആ രാജ്യത്ത് ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഹ്യൂഗോ ഷാവേസിന്റെ അവരുടെ മരിച്ചുപോയ പ്രസിഡന്റിന്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന മുസോളിയം, ആ മുസോളിയത്തിന് വരെ ബോംബിട്ടു. ഹ്യൂഗോ ഷാവേസിന്റെ മരിച്ചുപോയ മൃതശരീരം പോലും തങ്ങളെ എന്തുമാത്രം അലോസരപ്പെടുത്തുന്നു എന്നാണ് ഈ പ്രവൃത്തിയിലൂടെ അമേരിക്ക തെളിയിച്ചിരിക്കുന്നത്. വെനസ്വലയിൽ കടന്നുകയറി അവിടെ ബോംബ് വർഷം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വെനസ്വലൻ ജനതയെ കൂട്ടക്കൊല ചെയ്ത് ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അമേരിക്കൻ സാമ്രാജ്യത്വം തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടത് ജനാധിപത്യത്തിലും രാഷ്ട്ര പരമാധികാരത്തിലും വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണെന്നും നാളെ ഇത് നമ്മുടെ രാജ്യത്തും സംഭവിക്കാതിരിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ രാജ്യസ്നേഹികൾ അണിനിരക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കെ എ സദാശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ അഭിവാദ്യം അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് തണ്ടേൽ, ടി ജെ ബേബി, പി ജെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ക്രിസ്മസ് നവവത്സര ആഘോഷം കുടിയത്തൂർ മലങ്കര പാലസിൽ നടന്നു. മലങ്കര പാലസിലെ ആദ്യ ഗ്രൂപ്പ് പ്രോഗ്രാമായിരുന്നു റോട്ടറി ക്ലബിന്റെ ആഘോഷം. റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോണി തോമസ് മണിമല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് സിബി ജോസഫ്, ട്രഷറർ ഡോക്ടർ സി വി ജേക്കബ്, മുൻ പ്രസിഡന്റ് ജോബ് കെ ജേക്കബ്, ഇൻകമിംഗ് പ്രസിഡന്റ് ബെന്നി ഇലിമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ റെജിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അറിയാതെ എല്ലാം കൈകാര്യം ചെയ്തു തന്നതിനകത്ത് ഈ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാരോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ IPP ജോബ് കെ ജേക്കബ് ആൻഡ് ഇൻകമിംഗ് പ്രസിഡന്റ്. അവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. കൂടാതെ നമ്മളുടെ കഴിഞ്ഞ ഒരു വർഷം നമുക്കൊരു റൂമും കൂടെ ആൻസിന് വേണ്ടിയിട്ട് നമ്മൾ റൂം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അടുത്ത ഒരു റൂമും കൂടെ നമുക്കിപ്പോൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വളർച്ചയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുന്നോട്ട് പോക്ക് എന്നും അടുത്ത വർഷവും മുന്നോട്ടും അതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബേസിക്കലി നമ്മൾ ഹാർമണി എന്നൊരു തീമിലാണ് നമ്മൾ ഈ റോട്ടറി ഇയർ ആരംഭിച്ചത്. ഹാർമണി H ഫോർ ഹോംലെസ്. തീർച്ചയായിട്ടും നമ്മൾ എത്ര ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ആൻസിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങിയ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അതിന്റെ വിവരണങ്ങൾ നമ്മുടെ ഈയിടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാണുന്നു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് എഫർട്ട് എടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിക്കുകയാണ്. നമ്മൾ അവർക്ക് നല്ലൊരു വീട് പണിതു കൊടുത്തു. കൂടാതെ നമ്മൾ ഓൾറെഡി 2 വീടും കൂടി ഈ ഒരു വർഷം നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ വെച്ച 2 വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൂടാതെ
സ്കൂൾ സപ്പോർട്ട്, ഓർഫനേജ് സപ്പോർട്ട്, യൂത്ത് സർവീസ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ടച്ച് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വെന്യൂ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ ഇന്നസെന്റ്, അദ്ദേഹം അയർലൻഡിലാണ്. അദ്ദേഹത്തിനെ പരിചയമുള്ള പലരുമുണ്ട്. ഇവിടെ നമ്മുടെ ഫെബിൻ്റെ ഫ്രണ്ടാണ്, അശോകുമാർ സാറിനുണ്ട്, നമ്മുടെ ഇവിടെ പലർക്കും അറിയാം. അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പം അവരുടെ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇത്രയൊരു ഗ്രൂപ്പായിട്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മളുടെ ഒരു പ്രോഗ്രാമാണ്, അതിന് വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ഒരു 4-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ഇവിടെ ഈ അത് ചെയ്തിരിക്കുന്നത്. അപ്പം അതെല്ലാവരും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഒരു 4 മണിയാകുമ്പോൾ തന്നെ നമുക്ക് അത്രയൊരു ക്രൗഡ് എവിടെ എത്തുക എന്നുണ്ടെങ്കിൽ അവർ വളരെ ചെണ്ടമേളത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ ആനയിച്ചത്. അതെല്ലാം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഇതെല്ലാം നമുക്ക് ഈ ഒരു ലോട്ടറി ഇയർ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ സർവീസ് അബൌവ് സെൽഫ് എന്നുള്ള ആ ഒരു മോട്ടോയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഇത്രയും ഭംഗിയായി ഈ ഒരു വെന്യൂ നമുക്ക് തന്ന അവരോടുള്ള അനുമോദനവും സപ്പോർട്ടും, കൂടാതെ ഇവിടെ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന ഓരോരുത്തരോടുള്ള നന്ദിയും കൂടെ ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയാണ്. ദുബായിൽ വെച്ച് നടക്കുന്ന സ്കേറ്റിംഗ് ഇന്റർനാഷണൽ മത്സരത്തിൽ സെലക്ഷൻ നേടി ആലക്കോട് താന്നിക്കൽ ബിജു വിൻസി ദമ്പതികളുടെ മകൻ സോനു ബിജു. മുട്ടം അയ്യച്ചാടി സ്കൂളിലെ വിദ്യാർത്ഥിയായ സോനു ശ്രീലങ്കയിൽ നടന്ന സ്കേറ്റിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. എന്നാൽ സ്കേറ്റിംഗ് ഷൂ ഇല്ലാത്തതിനാൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് സോനു. വിലപിടിപ്പും മികച്ച നിലവാരത്തിലുമുള്ള ഷൂ വാങ്ങിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കില്ല. അതിനാൽ സഹായം തേടുകയാണ് സോനുവും കുടുംബവും. എൻ്റെ പേര് സോനു ബിജു. ഞാൻ ആലക്കോട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. മുട്ടം അയ്യച്ചാടി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞാൻ. ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു. തുടർന്നുള്ള ദുബായി വെച്ച് നടക്കുന്ന മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ നല്ലൊരു ഇന്ത്യൻ സ്കേറ്റ്സ് ഇല്ല. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവായി എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 36ാം വാർഷിക സംസ്ഥാന സമ്മേളനം 7, 8, 9 തീയതികളിലായി തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലൂർ ഐപ്പ് മെമ്മോറിയൽ HS 75ന്റെ നിറവിൽ ജൂബിലി ആഘോഷങ്ങൾ 7 മുതൽ 10 വരെ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടിക്കറ്റ് വരുമാനത്തിൽ KSRTC സർവകാല റെക്കോർഡിട്ടപ്പോൾ ആ നേട്ടത്തിനൊപ്പം തൊടുപുഴ ഡിപ്പോയും. കേരള NGO യൂണിയൻ ഇടുക്കി കനൽ കലാവേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ കായികമേള മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണടകൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് നടത്തിയ നേത്ര പരിശോധനാ ക്യാമ്പിലൂടെ കാഴ്ച പ്രശ്നങ്ങൾ കണ്ടെത്തിയ കുട്ടികളിൽ അർഹതപ്പെട്ടവർക്കാണ് കണ്ണടകൾ നൽകിയത്. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318C ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.